Local linear approximation. L of xy is equal to f of x naught y naught plus fx of x naught y naught into x minus x naught plus fi of x naught y naught into y minus y naught. ഇതാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിനെ വെച്ചിട്ടാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ കാണുമെങ്കിൽ ഈ ഇക്വേഷൻ ആണ് വരിക. ഇപ്പോ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിനെ വെച്ചാണെങ്കിൽ എന്താവും? എൽ ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട് കോമ സെഡ് നോട്ട് പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് ഐ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് എഫ് സെഡ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട്. ഇനി distance between the 2 points x1 y1 and x2 y2 is root of x2 minus x1 the whole square plus y2 minus y1 the whole square. നമുക്ക് question a function f of xy is equal to x square plus y square. ഓക്കെ, അതായത് ഒരു ഫംഗ്ഷൻ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുള്ളത് തന്നിട്ടുള്ളത് അത് ഡിഫറൻഷ്യബിൾ ആണ് അറ്റ് എ പോയിന്റ് എക്സ് വൈ. പിന്നെ എന്താണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷന്റെ വാല്യൂം തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എന്നും തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നും. ഇനി ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എൽ ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എന്നും തന്നിട്ടുണ്ട് 2x പ്ലസ് 4y മൈനസ് 5 എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താണ് പി എന്ന് പറഞ്ഞിട്ടുള്ള ആ പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ നോർമൽ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എൽ ഓഫ് എക്സ് വൈയുടെ ഇക്വേഷൻ എന്താണ്? which is equal to f of x naught y naught plus fx of x naught y naught into x minus x naught plus fy of x naught y naught into y minus y naught. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. അതായത് പി എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എൽ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് അറിയുന്ന കേസാണ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ എഫ് ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സ് ഉള്ളവർക്കൊക്കെ എക്സ് നോട്ട് കൊടുക്കുക. അതായത് എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് വൈ നോട്ട് സ്ക്വയർ എന്ന് വരും അല്ലേ. ഇനി എഫ് എക്സ് ഓഫ് എക്സ് വൈ, എഫിനെ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു എക്സ്, 2x അല്ലേ. അതുപോലെ എഫ് വൈ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, 2y അല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ടിന് എന്തെന്ന് എഴുതാം? 2x നോട്ട് എന്ന് കിട്ടില്ലേ, കാരണം എക്സ് ഉള്ളവർക്ക് എക്സ് നോട്ട് ഇടല്ലേ വേണ്ടോ. അതുപോലെ എഫ് വൈ ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട് ആണെങ്കിൽ എന്ത് വരും? എക്സ് ഉള്ളവർക്ക് എക്സ് നോട്ടിന് ഇതാ, വൈ ഉള്ളവർക്ക് വൈ നോട്ടിന് ഇത്, ദാറ്റ് ഈസ് 2y നോട്ട്. ഇനി ഇത് കൊണ്ടുപോയിട്ട് എൽ ഓഫ് എക്സ് വൈയിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ദ എൽ ഓഫ് എക്സ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് വൈ നോട്ട് സ്ക്വയർ പ്ലസ് 2x നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് 2y നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട്. ഇതാണ് കിട്ടുക വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ. എൽ ഓഫ് എക്സ് വൈ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? 2x പ്ലസ് 4y മൈനസ് 5 ആണ് തന്നിട്ടുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് വൈ നോട്ട് സ്ക്വയർ പ്ലസ് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് 2x നോട്ട് എക്സ് മൈനസ് 2x നോട്ട് സ്ക്വയർ പ്ലസ് 2y നോട്ട് വൈ മൈനസ് 2y നോട്ട് സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേ എക്സ് ഉള്ള ടേം ഇതാണ്, ഇവിടെ എക്സ് ഉള്ള ടേം ഇതല്ലേ. അപ്പൊ ഇക്വേറ്റിംഗ് coefficient of x ഉള്ള കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാണ് പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ എക്സ് ഉള്ള കോഎഫിഷ്യന്റ് ഏതാ? 2. റൈറ്റ് സൈഡിൽ ഏതാ? 2x നോട്ട്. അതായത് 2x നോട്ട് ഈക്വൽ ടു 2 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് നോട്ട് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2/2 ഈസ് ഈക്വൽ ടു 1 ആണ്. ഇനി അതുപോലെ എന്ത് ചെയ്യുക? ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് y. അത് 2y നോട്ട്, y ഉണ്ട് ഇവിടെ, 4y ഉണ്ട്. അപ്പൊ എന്താണ്? ലെഫ്റ്റ് സൈഡിൽ 4 ആണ് വരുന്നത് വൈയുടെ കോഎഫിഷ്യന്റ്, റൈറ്റ് സൈഡിൽ 2y നോട്ട് ആണ്.
അങ്ങനെയാണെങ്കിൽ y0 is equal to എന്താണ് 4/2 is equal to 2 ആണ്. Therefore the point P എന്ന് പറയുന്നത് എന്താണ് 1,2 അല്ലേ? എക്സിന്റെ വാല്യൂ 1ഉം വൈയുടെ വാല്യൂ 2 എന്നും കിട്ടി. സിമ്പിൾ അല്ലേ അത്? Find the local linear approximation L to the function f of xy is equal to 1 by root of x square plus y square at the point P 4, 3. Compare the error in approximating f by L at the point Q of 3.92, 3.01 with the distance between P and Q. അപ്പൊ എറർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ആ എറർ കമ്പയർ ചെയ്യണം. ഏത് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ആയിട്ട് ഈ എറർ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ ഉണ്ട്, പി ഉണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂസ് തന്നിട്ടുണ്ട്. 3.92 3.01 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലാണ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യണ ആ വാല്യൂ. അതായത് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ചെയ്യേണ്ട വാല്യൂ ആണ് ഇത് തന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എൽ ഓഫ് എക്സ് വൈയുടെ ഇക്വേഷൻ എഴുതണം. which is equal to f of x0 y0 plus fx of x0 y0 into x minus x0 plus fy of x0 y0 into y minus y0. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? എഫ് എക്സ് ഓഫ് എക്സ് കോമ വൈ കണ്ടുപിടിക്കണം. ഇത് 1/√x എന്നുള്ള ഫോർമാറ്റിലല്ലേ ഇത് കിടക്കുന്നത്. അതിന്റെ ഡെറിവേറ്റീവ് എന്താ? ഇതിനെ എനിക്ക് എന്തെന്ന് എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ റേസ് ടു -1/2 എന്നിട്ടൂടെ അല്ലെ? ഡെറിവേറ്റീവ് എടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. ദാറ്റ് ഈസ് അതെന്തെന്നാ കിട്ടിയ ഡെറിവേറ്റീവ്? -1/2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ all raised to -1/2 -1 into x square derivative 2x എന്ന് കിട്ടും. ഓക്കെ, that is equal to 2 get cancelled. എന്തായി? -x/(x square plus y square all raised to 3/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി അതുപോലെ തന്നെ fy of xy which is equal to -1/2 x square plus y square all raised to -1/2 -1 into y square derivative 2y. 2 get cancelled. That is equal to -5 പിന്നെ എന്തെന്ന് എഴുതാം? x square plus y square all raised to 3/2 എന്ന് എഴുതാം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം? നമ്മുടെ വാല്യൂ പി തന്നിട്ടില്ലേ? 4,3 വാല്യൂ ഉള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം ആ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, അതായത് ഇപ്പോ നമ്മൾക്ക് എൽ ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു ഇവിടെ ഏത് പോയിന്റിന്റെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ആദ്യം കാണാൻ പറഞ്ഞിട്ടുള്ളത്? 4,3 ആണ്. അതായത് x0ന്റെ വാല്യൂ 4, y0ന്റെ വാല്യൂ 3. അപ്പൊ നിങ്ങൾക്ക് എന്തെന്ന് കിട്ടും? എഫ് ഓഫ് 4,3 പ്ലസ് എഫ് എക്സ് ഓഫ് 4,3 into x minus 4 plus fy of 4,3 into y minus 3. ഓക്കെ, എഫ് ഓഫ് 4,3 ആണ്. ഫംഗ്ഷൻ എന്താണ്? അതായത് എഫ് ഓഫ് 4,3 is equal to 1/√of x സ്ക്വയറിന് പകരം 4 സ്ക്വയർ പ്ലസ് y സ്ക്വയറിന് പകരം 3 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√of 25 ആണ് വരിക. അതായത് 1/5 എന്നാണ് കിട്ടുന്നത് അല്ലെ? ഇനി എഫ് എക്സ് ഓഫ് 4,3 that is equal to -x by 4 square plus 3 square all raised to 3/2 that is -4 by
ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 ക്യൂബ് 125 ആയിരിക്കണം കിട്ടുന്നത്. ഓക്കെ, ഇനി fy ഓഫ് 4,3 which is also equal to -3/4 square plus 3 square all raised to 3/2 which is equal to -3/125. Okay, then your L of xy which is equal to 1/5 minus 4/125 into x minus 4 minus 3/125 into y minus 3 എന്നാണ് ഇക്വേഷൻ കിട്ടുന്നത്. ഇനി എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? കമ്പയർ ദ എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് f/L at the point Q of 3.9 to 3.01 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എക്സിന്റെ വാല്യൂ ആണത്. L of 3.9 to 3.01 നമുക്ക് കാണണം, which is equal to 1/5 minus 4/125 into x ന്റെ സ്ഥാനത്ത് 3.92 minus 4 minus 3/125 into 3.01 minus 3 എന്നാണ് വരിക, which is equal to 0.20232. ഇതാണ് നിങ്ങളുടെ എന്ത് അപ്രോക്സിമേറ്റഡ് വാല്യൂ. ഇനി ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കണം. ഇതിൽ കമ്പയർ റിസൾട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ഈ പോയിന്റിലുള്ള ആക്ച്വൽ വാല്യൂ, അതായത് f of 3.92, 3.01 which is equal to എന്താണ് 1/√(x² plus y² അല്ലേ? 3.92 square plus 3.01 square എന്ന് വരും. ഓക്കെ, which is equal to 0.202334238. ഇതാണ് നിങ്ങളുടെ എന്ത് ആക്ച്വൽ വാല്യൂ. എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എറർ ഈസ് ഈക്വൽ ടു ആക്ച്വൽ വാല്യൂ മൈനസ് അപ്രോക്സിമേറ്റഡ് വാല്യൂ എന്നാണ്. ഇസ് ഈക്വൽ ടു 0.202334238 മൈനസ് 0.20232 which is equal to 0.000014238. നമുക്ക് എറർ കണ്ടുപിടിക്കാനാണെങ്കിൽ ഇതുവരെ ചെയ്താൽ മതി. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? അവിടെ ഒരു കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട് അല്ലേ? കമ്പയർ ദ എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് f/L. Error in approximating f/L at the point Q with the distance between P and Q. Error by distance ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഇവിടെ എറർ അല്ലേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് പോയിന്റ്സ് പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടണം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി എന്ന് പറഞ്ഞാൽ 4,3 ആയിരുന്നു. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് Q is equal to 3.92, 3.01 ആയിരുന്നു. അതിന്റെ എങ്ങനെ കാണാറ് നമ്മള്? റൂട്ട് ഓഫ് ഇങ്ങനെയാണ്, റൂട്ട് ഓഫ് y2 minus y1 square plus x2 minus x1 square. അതായത് ഇവിടെ 3.92 minus 4 all square plus 3.01 minus 3 whole square. ഇത് x2 minus x1 whole square plus y2 minus y1 whole square എന്നാണ്. ഓക്കെ, ഇത് ഞാൻ തിരിച്ചെഴുതി, അതായാലും കുഴപ്പമില്ല, ആഡ് ചെയ്യണ കാരണം. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 0.08062257. ഡിസ്റ്റൻസ് കിട്ടി. നിങ്ങളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? എറർ ബൈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. which is equal to 0.000014238 divided by 0.08062257, which is equal to 0.0001
0.0176. ഓക്കെ, ഈ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ചോദിച്ചാൽ അതുവരെ ചെയ്താൽ മതി. ഇവിടെ എറർ ബൈ ഡിസ്റ്റൻസ് പറഞ്ഞതുകൊണ്ടാണ് ഇതുവരെ ചെയ്തത്. ഓക്കെ, suppose that a function f of xy is differentiable at the point 2 pi with f of x of 2 comma 5 is equal to 5, f of 2 comma 5 is equal to 9. Let L of xy denote the local linear approximation of f at 2 comma 5 if L of 2.1 comma 4.8 is equal to 9.15. L of 2.1 comma 4.8 equal to 9.15. Find the value of fy of 2 comma 5. Okay, നമ്മുടെ ഇക്വേഷൻ L of xy is equal to എന്താണ്? f of x naught y naught plus fx of x naught y naught into x minus x naught plus fy of x naught y naught into y minus y naught. ഇതാണ് നമ്മുടെ സാധാ ഇക്വേഷൻ. ഇവിടെ x naught y naught എന്ന് പറഞ്ഞ ഇത് എന്തായിരിക്കും? ഒരു പോയിന്റ് ആണ്. അത് 2,5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് എന്തായിരിക്കും ഇക്വേഷൻ വരിക? f of 2,5 plus fx of 2,5 into x minus 2 plus fy of 2,5 into y minus 5. ഇതാണ് കിട്ടുക. f of 2,5 9 ആണ്, പ്ലസ് എഫ് എക്സ് ഓഫ് എന്ന 5 ആണ്. ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എഫ് വൈ നമുക്കറിയില്ല. എഫ് വൈ ഓഫ് 2,5 ഇൻറ്റു വൈ മൈനസ് 5 ആണ്. ഇവിടെ എന്താണ്? എൽ ഓഫ് എക്സ് വൈ ആയിരിക്കുന്ന സമയത്ത്. ഇനി ആ എക്സിന്റെയും വൈയുടെയും വാല്യൂ അവർ തന്നിട്ടില്ല. എക്സ് ഈക്വൽ ടു എത്ര തന്നിട്ടുള്ളത്? നമുക്ക് 2.1ഉം y is equal to 4.8 എന്ന് തന്നിട്ടുണ്ട്. അതായത് എൽ ഓഫ് 2.1 comma 4.8 is equal to എന്താണ്? 9 plus 5 into 2.1 minus 2 plus fy of 2,5 into ഇവിടെ 4.8 minus 5 എന്ന് വരും. ഈ എൽ ഓഫ് 2.1 comma 4.8ന്റെ വാല്യൂ എന്താണ്? 9.15 ആണ്. which is equal to 9 plus 5 into ഇതെന്താണ്? 0.1 plus fy of 2,5 into minus 0.2 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 9.15 is equal to 9 plus 0.5 എന്നാണ്. അതായത് 9.5 minus 0.2 fy of 2,5 ആണ്. അങ്ങനെയാണെങ്കിൽ 9.15 minus 9.5 is equal to minus fy of 2,5 എന്നാണ് വരിക. അതിന് എനിക്ക് fy of 2,5 is equal to 9.15 minus 9.5 divided by minus 0.2 എന്ന് കിട്ടും. ഓക്കെ, which is equal to എന്തെന്ന് കിട്ടും? 1.75 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ.